അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാലനാശം വ്യാസദേവചരിതം ഇതു വ്യസനജാലനാശം വ്യസനജാലനാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. അമ്മയെ അറിയാ ആ ഉണ്മയിൽ അലിയാ. അമ്മയെ അറിയാ. അമ്മയെ അറിയാ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ചതുർത്ഥസ്കന്ധം 15-ാമത്തെ ശ്ലോകം മുതൽ 29 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. ബന്ധനം നാഗപാശേന പ്രാപ രാമോ മഹാബല. ഗരുഡാൻ മോക്ഷണം പശ്ചാദന്വഭൂത് രഘുനന്ദന. അഹനദ്രാവണം സംഖ്യേ കുംഭകർണം മഹാബലം. മേഘനാദം നികുംഭം ചാകുപിതോ രഘുനന്ദന. അദൂഷ്യത്വം ച ജാനക്യാ ന വിവേദ ജനാർദ്ദന. ദിവ്യം ച കാരയാമാസ ജ്വലിതേഗ്നൗ പ്രവേശനം. ലോകോപവാദാച്ച പരം തതസ്തത്യാജതാം പ്രിയാം. അദൂഷ്യാം ദൂഷിതാം മത്വാ സീതാം ദശരഥാത്മജാം. ന ജ്ഞാതൗ സ്വസുതൗ തേന രാമേണ ച കുശീലവൗ. മുനിനാ കഥിതൗ തൗ തു തസ്യ പുത്രൗ മഹാബലൗ. പാതാളഗമനം ചൈവ ജാനക്യാ ജ്ഞാതവാൻ ന ച. രാഘവ കോപസംയുക്തോ ഭ്രാതരം ഹന്തുമുദ്യതാം. കാലസ്യാഗമനം ചൈവ ന വിവേദഘരാന്തക. മാനുഷം ദേഹമാശ്രിത്യ ചക്രേ മാനുഷചേഷ്ടിതം. തഥൈവ മാനുഷാൻ ഭാവാൻ നാത്ര കാര്യാ വിചാരണ. പൂർവം കംസഭയാത് പ്രാപ്തോ ഗോകുലേ യദുനന്ദന.
ജരാസന്ധഭയാൽ പശ്ചാൽ ദ്വാരവത്യാം ഗതോ ഹരി അധർമ്മം കൃതവാൻ കൃഷ്ണോ രുക്മിണ്യാഹരണം ചയൽ ശിശുപാലവൃതായാശ്ച ജാനൻ ധർമ്മം സനാതനം ശുശോച ബാലകം കൃഷ്ണ ശംബരേണ ഹൃതം ബലാത് മുമോദ ജാനൻ പുത്രം തം ഹർഷശോകയുതസ്തതാ സത്യഭാമാജ്ഞയാ യത്തു യുയുധേ സ്വർഗതഃ കില ഇന്ദ്രേണ പാദപാർത്ഥം തു സ്ത്രീജിതത്വം പ്രകാശയൻ ജഹാര കൽപ്പവൃക്ഷം യ പരാഭൂയ ശതക്രതും മാനിനീ വാനരക്ഷാർത്ഥം ഹരിശ്ചിത്രധര പ്രഭു ബദ്ധ്വാ വൃക്ഷേ ഹരിം സത്യാ നാരദായ ദദൗ പതിം ദത്വാഥ കാനകം കൃഷ്ണം മോചയാമാസ ഭാമിനി ദൃഷ്ട്വാ പുത്രാൻ പുരുഗുണാൻ പ്രദ്യുമ്ന പ്രമുഖാനധ കൃഷ്ണം ജാംബവതി ദീനായ യാചേ സന്തതിം ശുഭാം സയയൗ പർവതം കൃഷ്ണസ്തപസ്യാ കൃതനിശ്ചയാ സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീജഗദംബികായൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ചതുർത്ഥസ്കന്ധം 25-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകം മുതൽ 29 കൂടിയുള്ള ശ്ലോകങ്ങളെ ഭാഷാഗാനമായി പാടി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ബലശാലി രാമൻ നാഗപാശത്തിനാൽ ബന്ധിതനായി രാമനെ മോചിപ്പിക്കാനായി ഗരുഡനെത്തി. യുദ്ധത്തിങ്കൽ നിഗ്രഹിച്ചു രാവണ കുംഭകർണരെ, മേഘനാദനീ കുംഭാദികളെയും രാമൻ. അനഘതാൻ സീതയെന്നും രാമൻ അറിഞ്ഞതേയില്ല, അതിനാലെ അഗ്നിസ്നാനം ചെയ്യേണ്ടി വന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദൂഷിതയാണെന്നു ചിന്ത ചെയ്തു തൻ്റെ പത്നിയെയും, ലോകാപവാദം ഭയന്നു ഉപേക്ഷിച്ചല്ലോ. പുത്രന്മാരെ കണ്ടെന്നാലും തിരിച്ചറിയാനായില്ല, പുത്രരെന്നു മുനി തന്നെ ചൊല്ലേണ്ടി വന്നു. ഭൂമി പിളർന്നു ജാനകി പോകുമെന്നുമറിഞ്ഞില്ല, അനുജനാം ലക്ഷ്മണനെ കൊല്ലാനും നോക്കി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഘരാന്തകൻ അന്തകന്റെ ആഗമനമറിഞ്ഞില്ല, മനുഷ്യ സഹജമായ കർമ്മം താൻ ചെയ്തു. അതുപോലെ മാനുഷമാം ഭാവങ്ങളും സ്വീകരിച്ചു. കൃഷ്ണനും കംസഭയത്താൽ ഗോകുലം പൂകി. ജരാസന്ധ ഭയത്താലെ ദ്വാരകയിലേക്കും പോയി. രുക്മിണി ഹരണം വ്യക്തം അധർമ്മം തന്നെ. അമ്മേ ദേവി
പാർവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. സനാതനധർമ്മിഷ്ഠനാം കൃഷ്ണൻ ചേതിപതിക്കായി നിശ്ചയിച്ച വധുവിനെ അപഹരിച്ചു. ശംബരൻ അപഹരിച്ച പുത്രനെയോർത്തിട്ടു കൃഷ്ണൻ പിന്നീടേറെ ദുഃഖിക്കുകയും ചെയ്തു. വിചിത്രം കാലൻ തിരിച്ചു വന്നപ്പോൾ ഹരിയേറെ സന്തോഷിച്ചു. ഭാമയ്ക്കായി സ്വർഗത്തിൽ പോയി യുദ്ധവും ചെയ്തു. ശ്രീജിതനാണെന്ന പോലെ പാരിജാതത്തിനായിട്ടു ഇന്ദ്രനോടു യുദ്ധം ചെയ്തു. വൃക്ഷം കവർന്നു. കാനിനി മാനരക്ഷാർത്ഥം ഹരിശ്ചിത്രരഥൻ പ്രഭു മരത്തിൽ കെട്ടിയിട്ടിട്ടു നാരദനേകി. കനകകൃഷ്ണനെ നൽകി സത്യഭാമ മോചിപ്പിച്ചു. വിശിഷ്ടരാം പ്രദ്യുമ്നാദി മക്കളെ കണ്ട് ജാമ്പവതി വിഷമിച്ചു. കൃഷ്ണനോടായി അഭ്യർത്ഥിച്ചു. അതു കേട്ടു കൃഷ്ണൻ തപം ചെയ്യാനായി പോയി. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, മായി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 419 ദിവസം. ശ്രീമദ് ദേവി ഭാഗവതം ചതുർത്ഥസ്കന്ധത്തിൽ 25 അധ്യായം, അതിൽ 15 ശ്ലോകം മുതൽ 29 ശ്ലോകം വരെയാണ് ഇന്ന് നമ്മൾ വിചാരം ചെയ്യുന്നത്. അതാണ് നേരത്തെ പാരായണം ചെയ്ത് സമർപ്പിച്ചത്, ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദകമലങ്ങളിൽ ചേർത്ത് വച്ചതും. ഇനി 15 ശ്ലോകം. ബന്ധനം നാഗപാശേന പ്രാപ രാമോ മഹാബല. മനുഷ്യനായി പിറന്നു കഴിഞ്ഞാൽ മനുഷ്യഗുണങ്ങളാവും ഉണ്ടാവുക എന്ന് പറഞ്ഞ വേദവ്യാസൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ കഥയെ ഉദാഹരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ കഥയിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ
ബന്ധനം നാഗപാശേന, രാവണനുമായിട്ടുള്ള യുദ്ധത്തിൽ പ്രാപരാമോ മഹാബലശാലിയായിരിക്കുന്ന രാമൻ പോലും നാഗപാശം കൊണ്ട് ബന്ധിക്കപ്പെട്ടു. ഗരുഡാൻ മോക്ഷണം പശ്ചാത് അന്വഭൂത് രഘുനന്ദന. പിന്നീട് ആ നാഗപാശത്തിൽ നിന്ന് മോചനം കൊടുക്കാൻ സാക്ഷാൽ പക്ഷീന്ദ്രനായിരിക്കുന്ന ഗരുഡൻ തന്നെ വരേണ്ടി വന്നു. അഹനദ് രാവണം സംഖ്യേ കുംഭകർണം മഹാബലം മേഘനാദം നികുംഭം ച കുപിതോ രഘുനന്ദന. യുദ്ധത്തിൽ രാവണനെ കുംഭകർണനെ കൊന്നു. ദേഷ്യം വന്ന് രഘുനന്ദനൻ മേഘനാഥനെയും അതേപോലെ നികുംഭനെയും നിഗ്രഹിച്ചു. അദൂഷ്യത്വം ച ജാനക്യാന്ന വിവേദ ജനാർദ്ദന. ദോഷരഹിതയാണ് ജാനകി, ആ സീതാദേവി എന്ന് ജനാർദ്ദനന് അറിയാൻ കഴിഞ്ഞില്ല. ദിവ്യം ച കാരയാമാസ ജ്വലിതേഗ്നോ പ്രവേശനം. അതുകൊണ്ട് കത്തിജ്വലിക്കുന്ന അഗ്നിയിൽ ദിവ്യപ്രവേശനം ചെയ്യിക്കേണ്ടതായിട്ട് വന്നു, അഗ്നിശുദ്ധയാക്കേണ്ടി വന്നു സീതാദേവിയെ. ലോകാപവാദാച്ച പരം തതസ്തത്യാജതാം പ്രിയാം അദൂഷ്യാം ദൂഷിതാം മത്വാ സീതാം ദശരഥാത്മജ. ദൂഷിതയാണ് എന്ന വിചാരം കൊണ്ട് അദൂഷിതയായിരിക്കുന്ന പ്രിയപ്പെട്ടവളായ ആ സീതയെ ദശരഥാത്മജ, ദശരഥന്റെ ആത്മജൻ ശ്രീരാമൻ ലോകാപവാദാച്ച പരം തതസ്തത്യാജ, ലോകാപവാദത്തെ ഭയന്ന് പിന്നീട് ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. നജ്ഞാതൗ സ്വസുതൗ തേന രാമേണ ച കുശീലവൗ മുനിനാ കഥിതൗ തൗ തു തസ്യ പുത്രൗ മഹാബലവും. കുശലവന്മാരെ കണ്ടു. സീതാദേവിയിൽ വാൽമീകിയുടെ ആശ്രമത്തിൽ വെച്ചുണ്ടായ രാമപുത്രന്മാര് ലവകുശന്മാര്, അവർ തൻ്റെ മക്കളാണ് എന്ന് രാമന് അറിയാൻ കഴിഞ്ഞില്ല എന്നാണ്. മഹാപരാക്രമികളായിട്ടുള്ള അവർ രാമന്റെ പുത്രന്മാരാണ് എന്ന് മഹർഷിക്ക് പറയേണ്ടി വന്നു. ഏതാ മഹർഷി? വാൽമീകി മഹർഷി. അപ്പോൾ ഇങ്ങനെ രാമന്റെ കഥ നോക്കിയാൽ പാതാളഗമനം ചെയ്യുക ജാനക്യ ജ്ഞാതവാന്നച്ച, ഭൂമി പിളർന്ന് ആ ഭൂമിജയായിരിക്കുന്ന ജാനകി ദേവി പാതാളത്തിലേക്ക് പോകുമെന്നത് രാമൻ അറിഞ്ഞില്ല. രാഘവ കോപസംയുക്തോ ഭ്രാതരം ഹന്തുമുദ്യത. കോപിച്ച് തൻ്റെ അനുജനായ ആ ലക്ഷ്മണനെ കൊല്ലാൻ പോലും രാഘവൻ അല്ലെങ്കിൽ രാമൻ തുനിഞ്ഞു എന്നാണ്. കാലസ്യാഗമനം ചെയ്യുക നവിവേദ ഖരാന്തക. ഖരനെ നിഗ്രഹിച്ച ഖരാന്തകനായിരിക്കുന്ന രാമന് അന്തകന്റെ ആഗമനത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചില്ല. മാനുഷം ദേഹമാശ്രിത്യ ചക്രേ മാനുഷചേഷ്ടിതം. മനുഷ്യനായി പിറന്നു, മനുഷ്യ ശരീരം സ്വീകരിച്ച് മനുഷ്യസഹജമായ തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തു രാമൻ. തഥൈവ, അതേപോലെ തന്നെ മാനുഷാൻ ഭാവാൻ നാത്രകാര്യ വിചാരണ. അപ്പോ മനുഷ്യഭാവങ്ങളെയും സ്വീകരിച്ചു. അതിലെന്താ ഇപ്പം ചിന്തിക്കാനുള്ളത്? കൃഷ്ണന്റെ കഥ ഇങ്ങനെ തന്നെയല്ലേ. യദുനന്ദനായിരിക്കുന്ന കൃഷ്ണനും കംസനെ ഭയന്ന്, പൂർവം കംസഭയാൽ പ്രാപ്തോ ഗോകുലേ യദുനന്ദനഹ. അപ്പോൾ ആദ്യം ഗോകുലത്തിലേക്കാണ് പോയത്. പിന്നെയോ ജരാസന്ധ ഭയാൽ പശ്ചാൽ ദ്വാരവത്യാം ഗതോഹരി. പിന്നീട് ജരാസന്ധനെ ഭയന്ന് ദ്വാരകയിലേക്ക് പോയി ഹരി. അധർമ്മം കൃതവാൻ കൃഷ്ണോ രുക്മിണ്യാഹരണം ചെയ്യത്. രുക്മിണീഹരണം കൃഷ്ണൻ ചെയ്തത് സത്യത്തിൽ അധർമ്മമാണ്. ശിശുപാലവൃതായാശ്ച ജ്ഞാനൻ ധർമ്മം സനാതനം. സനാതനധർമ്മം എന്ത് എന്നറിയുന്ന കൃഷ്ണൻ ശിശുപാലിന് നിശ്ചയിച്ചിരുന്ന രുക്മിണിയെ ആണ് അപഹരിച്ചത്. ശുശോച ബാലകം കൃഷ്ണ ശംബരേണ ഹൃതം ബലാൽ. എന്നാൽ തൻ്റെ മകനെ ശംബരൻ അപഹരിച്ചപ്പോഴോ ആ സംഭവത്തിൽ കൃഷ്ണൻ ദുഃഖിക്കുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്തു. മുമോദ ജാനൻ പുത്രം തം ഹർഷശോകയുതസ്തത. ആ ബാലനെ തിരികെ കിട്ടിയപ്പോൾ ഹർഷശോകസഹിതനായിരിക്കുന്ന ഹരി സന്തോഷിച്ചു. സത്യഭാമാജ്ഞയായ തു യുയുധേ സ്വർഗതക്കില. സത്യഭാമയുടെ നിർദ്ദേശം ആജ്ഞ അനുസരിച്ച് സ്വർഗത്ത് ചെന്ന് ദേവേന്ദ്രനുമായിട്ട് യുദ്ധം ചെയ്തു. ഇന്ദ്രേണ പാദപാർത്ഥം തു സ്ത്രീജിതത്വം പ്രകാശേൻ. താൻ സ്ത്രീജിതനാണ് എന്ന് കാണിച്ചു. എങ്ങനെയാ?
കൽപ്പവൃക്ഷത്തിന് വേണ്ടി ഇന്ദ്രനോട് യുദ്ധം ചെയ്തു. ജഹാര കൽപ്പവൃക്ഷം യ പരാഭൂയ ശതക്രതും. ഇന്ദ്രനെ പരാജയപ്പെടുത്തി കൽപ്പവൃക്ഷം അപഹരിച്ചു കൊണ്ടുപോരുകയും ചെയ്തു. മാനിനീ മാനരക്ഷാർത്ഥം ഹരിശ്ചിത്രധര പ്രഭു ബദ്ധ്വാ വൃക്ഷേ ഹരിം സത്യാ നാരദായ ദദൗപതി. ആശ്ചര്യം കാണിക്കുന്ന കൃഷ്ണനുണ്ടല്ലോ, സത്യഭാമയുടെ മാനം കാത്തുരക്ഷിച്ചു. കൃഷ്ണനെ മരത്തിൽ കെട്ടിയിട്ട് നാരദന് നൽകി ഇല്ലേ? ദത്വാധ കാനകം കൃഷ്ണം മോചയാമാസ ഭാമിനി. കനകത്തിൽ തീർത്ത കൃഷ്ണനെ നൽകിയിട്ടാണ് സത്യഭാമ അദ്ദേഹത്തെ മോചിപ്പിച്ചത്. ദൃഷ്ട്വാ പുത്രാൻ പുരുഗുണാൻ പ്രദ്യുമ്ന പ്രമുഖാനധ കൃഷ്ണം ജാംബവതി ദീനായ യാചേ സന്തതിം ശുഭാം. അപ്പോൾ പ്രദ്യുമ്ന പ്രമുഖന്മാര് ആരുടെ മക്കളാണ്? പ്രദ്യുമ്നനൊക്കെ രുക്മിണി ദേവിയുടെ. അപ്പോൾ വിശിഷ്ട ഗുണങ്ങളുള്ള പ്രദ്യുമ്നൻ തുടങ്ങിയ പുത്രന്മാരെ കണ്ടപ്പോൾ ജാംബവതി ദീന, ജാംബവതി വല്ലാതെ വിഷമിച്ചു, ദുഃഖിതയായി എന്നാണ്. യയാചേ സന്തതിം ശുഭാം, ശുഭസന്തതിക്ക് വേണ്ടി ജാംബവൽ പുത്രിയായിരിക്കുന്ന ആ ജാംബവതി തൻ്റെ ഭർത്താവായ കൃഷ്ണനോട് അപേക്ഷിച്ചു, യാചിച്ചു. അങ്ങനെ ജാംബവതിയുടെ യാചനയെ തുടർന്നാണ് സ യയൗ പർവ്വതം കൃഷ്ണ തപസ്യ ആകൃത നിശ്ചയ. അപ്പോൾ ജാംബവതി പുത്രത്വത്തിന് വേണ്ടി തൻ്റെ ഭഗവാനോട് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന അതിന് ഗുണകരമാകുന്ന തരത്തിൽ തപസ്സു ചെയ്യണം എന്ന് നിശ്ചയത്തോടുകൂടി കൃഷ്ണൻ പർവ്വത പ്രാന്തങ്ങളിലേക്ക് പോകുകയാണ് ഉണ്ടായത്. അപ്പോൾ രാമനായാലും കൃഷ്ണനായാലും മനുഷ്യദേഹം എടുത്തു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഗുണങ്ങളൊക്കെ കാണിക്കേണ്ടി വരും എന്ന് അവിടെ സൂചിപ്പിക്കുകയാണ് വേദവ്യാസൻ. അങ്ങനെയുള്ള ആ 29ാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്ക് ഇന്ന് സമർപ്പിക്കാം. നാളെ 30ാമത്തെ ശ്ലോകം മുതൽ 44 കൂടിയുള്ള ശ്ലോകങ്ങളെ അനുസ്മരിക്കാം. ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.